ആ വിഷനാഗത്തെ കണ്ട് ഭൈരവൻ എന്തു ചെയ്യണമെന്നറിയാതെ തരിച്ചു നിന്നു. പെട്ടെന്ന് ക്ഷിപ്രപ്രസാദ വരദാനം പോലെ ഭൈരവന്റെ ചുണ്ടുകളിൽ മഹാഗരുഡമന്ത്രം ഉരുവായി. അസ്യാം ശ്രീ മഹാഗരുഡ ബ്രഹ്മവിദ്യായ ബ്രഹ്മാഋഷി ഗായത്രീ ഛന്ദ ശ്രീ ഭഗവാൻ മഹാഗരുഡോ ദേവതാ ശ്രീ മഹാഗൂഢപിത്യർത്ഥേ മമ സകല. അതിശക്ത ഗരുഡമന്ത്രം അയാളുടെ കണ്ഠങ്ങളിലൂടെ ഒഴുകി. ആ ഗംഭീരനാദം ശിലാപാളികളിൽ തട്ടി പ്രതിധ്വനിച്ചു. ആ 5 തല നാഗത്തിന്റെ സീൽക്കാര ശബ്ദം കുറഞ്ഞുവന്നു. ഭൈരവൻ ബാഹ്യലോകത്തുള്ള കാഴ്ചകളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ മറച്ച് ഹൃദയകമലത്തിൽ ഗരുഡ ഭഗവാന്റെ പ്രീണനാമന്ത്രം അതീവ ശ്രദ്ധയോടെ ചൊല്ലുകയായിരുന്നു. അപ്പോൾ കാതിൽ ശക്തമായ ചിറകടി ശബ്ദം മുഴങ്ങിക്കേട്ടു. ഗുഹാതലം പിടിച്ചു കുലുക്കുന്ന ചിറകടി ശബ്ദത്തിൽ അയാൾ ഏകനായി നിന്നു. ഗരുഡ ഭഗവാന്റെ ആഗമന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഓം നമോ ഭഗവതേ തത്വഗരുഡായ. അയാൾ ഗരുഡ പഞ്ചാക്ഷരീ മന്ത്രം ഒറ്റക്കാലിൽ നിലയുറപ്പിച്ച് ക്ഷീണിതമായ ശരീരത്തെ വകവയ്ക്കാതെ ചൊല്ലിത്തീർത്തു. ചിറകടി ശബ്ദം ഭയാനകമായി. നിലവറ തകർന്നു വീഴുമോ എന്ന് പോലും അവൻ ചിന്തിച്ചു. ഭൈരവൻ ഒരു മാത്ര കണ്ണിമകൾ തുറന്നു. ആ കാഴ്ച കണ്ട് അയാൾ നടുങ്ങി. 5 ഫണങ്ങളും വിടർത്തിയാടിയ ആ ഭീകരനാഗത്തിനെ നീണ്ട കൂർത്ത നഖത്താൽ റാഞ്ചിയെടുത്ത് പറന്നുയരുന്ന ഗരുഡ ഭഗവാന്റെ ക്ഷോഭിതമായ പക്ഷിരൂപം അയാൾ കണ്ടു. അയാൾ കണ്ണിമകൾ ഇറുകെ അടച്ചു. വീണ്ടും അയാൾ ഗരുഡ പഞ്ചാക്ഷരീ മന്ത്രം ഭക്തിപൂർവം ഉരുവിട്ടു. പെട്ടെന്ന് എല്ലായിടവും ശാന്തമായി. ഭൈരവൻ കണ്ണു തുറന്നു. നാഗം അപ്രത്യക്ഷമായിരിക്കുന്നു. യാതൊന്നും സംഭവിക്കാത്തതുപോലെ ആ മണിവാതിൽ മലർക്കെ തുറന്നു കിടക്കുന്നു. അയാൾ പ്രാർത്ഥനയോടെ അകത്തളത്തിലേക്ക് കാലുകൾ എടുത്തുവെച്ചു. ഇനി തനിക്ക് അധിക സമയമില്ല. സ്തംഭനത്തിൽ മയങ്ങിയിരിക്കുന്ന സന്യാസി ഉണരുന്നതിനു മുൻപായി ഗ്രന്ഥം കൈക്കലാക്കണം. അയാൾ മാർജാരപാദത്തോടെ കാലുകൾ മുന്നോട്ടുവെച്ച് അതീവ ശ്രദ്ധയോടെ മെല്ലെ നടന്നു. ആ അകത്തളം മുഴുവനും ഭ്രമിപ്പിക്കുന്ന പ്രകാശരേണുക്കൾ പല നിറങ്ങളിൽ പൊട്ടിച്ചിതറുന്നു. ചഞ്ചലമാകുന്ന ഹൃദയം, ലോലചിന്തകൾ ഉയരുന്നു. ആ അറയ്ക്കുള്ളിൽ കിടന്ന് ഉരുണ്ടുമറിയുവാൻ തോന്നുന്ന ഒരു ഇളം പൈതലിന്റെ മാനസം തന്നിൽ സംജാതമാകുന്നതായി ഭൈരവന് തോന്നി. തന്നിൽ ഒരു ഉന്മാദഭാവം കത്തിപ്പടരുന്നുണ്ടെന്നയാൾ മനസ്സിലാക്കി. എന്തിനാണ് താൻ ഇവിടെ വന്നതെന്നു പോലും ചില നേരങ്ങളിൽ വിസ്മരിച്ചു പോകുന്നു. മനസ്സ് തന്നെ കൈവിടിയുന്നുവോ? ഭ്രാന്തമായ ഒരു മനസാന്നിധ്യം തന്നിൽ ആവേശിക്കുന്നു. എല്ലാം വിസ്മൃതിയിലാണ്ട് താനിവിടെ വീണുപോകുമോ എന്നുപോലും അയാൾ ഭയപ്പെട്ടു. അയാൾ ഹൃദയം ശാന്തമാക്കി. ഒരു പരന്ന പാറ കൊണ്ട് നിർമ്മിച്ച പീഠത്തിൽ പത്മാസനത്തിൽ കാലുകൾ ബന്ധിച്ച് അയാൾ ഇരുന്നു. തന്നിൽ നിന്നും വഴുതിപ്പോകുന്ന മനസ്സിനെ വരുതിയിലാക്കുവാൻ അയാൾ ശ്രമിച്ചു. ഏതൊരു ആപൽഘട്ടങ്ങളിലും തന്നെ കൈവിടിയാറില്ലാത്ത, എപ്പോഴും തനിക്ക് മുന്നറിയിപ്പ് തരാറുള്ള കർണപിശാചിനിയുടെ തൻ്റെ കാതിലുള്ള മന്ത്രണ ശബ്ദം കേൾക്കുവാൻ ശരിക്കും ഭൈരവൻ കൊതിച്ചു. മനസ്സ് കൈവിട്ടു പോകുന്ന ഈ ഉന്മാദാവസ്ഥയിൽ നിന്നും രക്ഷപ്പെട്ടേ പറ്റൂ. എന്ത് ചെയ്യണം? താൻ എന്തിനാണ് ഈ അറയിൽ വന്നത്? ചില സമയങ്ങളിൽ ഇങ്ങനെ ചില ചോദ്യങ്ങൾ പോലും മനസ്സിൽ ഉണരുന്നു. ഈ അറ അതിശക്തമായ മാന്ത്രിക വിദ്യയിൽ ബന്ധനസ്ഥമാണ്. ഇനി താമസിച്ചാൽ തനിക്ക് ലക്ഷ്യത്തിലെത്തുവാൻ കഴിയില്ല. പെട്ടെന്ന് അയാളിൽ ഒരു ഉൾവിളിയുണ്ടായി. അയാളിലെ ഭൈരവനെന്ന എവിടെയും തോൽക്കാൻ മനസ്സില്ലാത്ത മഹാമന്ത്രവാദി ഉണർന്നു. മായിക ചിന്തകളിൽ ബന്ധിതമായ മനസ്സിനെ അയാൾ ഹൃദയത്തിൽ നിന്നും തൂത്തെറിഞ്ഞു. മായക്കാഴ്ചകളിൽ നിന്നയാൾ വിമുക്തനായി. അറയ്ക്കുള്ളിൽ പത്മാസനത്തിലിരിക്കുന്ന ഭൈരവനെന്ന തന്നെത്തന്നെ അയാൾ തിരിച്ചറിഞ്ഞു. മഹാകാലയന്ത്രമെന്ന ഗ്രന്ഥം ഈ അറയിൽ നിന്നെടുക്കുവാൻ സകല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുവെന്നതയാൾ ഒരു മിന്നൽ പിണർ പോലെ ഓർത്തെടുത്തു. പെട്ടെന്ന് കരിങ്കാളീദേവി മന്ത്രം അയാളുടെ ചുണ്ടിൽ നിന്നും മുതിർന്നു. ഇപ്പോൾ പഴയ മനസാന്നിധ്യം കൈവന്നിരിക്കുന്നു. അയാൾ മന്ത്രജപത്തോടെ പത്മാസനത്തിൽ നിന്നും എഴുന്നേറ്റ് മുന്നിലേക്ക് നടന്നു. ഒടുവിൽ ഒരാൾക്ക് കുനിഞ്ഞു കയറാവുന്ന ഒരു അറയുടെ മുന്നിലായി അയാൾ എത്തി. ആ അറയ്ക്ക് വാതിലുകൾ ഇല്ലായിരുന്നു. അറയുടെ വശത്തായി സ്വർണത്തകിടിലെഴുതിയ ശ്രീചക്രം പതിച്ചിരിക്കുന്നു.
ദൈവീമന്ത്രം ഭക്തിപൂർവം ഉരുവിട്ടുകൊണ്ട് ശിരസ്സു കുനിച്ചുകൊണ്ടയാൾ ആ അറയിലേക്ക് കടന്നു. അവിടെ കണ്ട കാഴ്ചയിൽ അയാൾ നിന്നുപോയി. 3 പീഠങ്ങളിലായി ചുവന്ന പട്ടിൽ ഒരേപോലുള്ള 3 ഗ്രന്ഥങ്ങൾ ഇരിക്കുന്നു. ഭൂമിയുടെ നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച മഹാകാലയന്ത്രം ഇതിൽ ഏതാകും? തെറ്റായ ഗ്രന്ഥമെടുത്താൽ തൻ്റെ മരണം ഈ അറയ്ക്കുള്ളിലാകും. ഇതുവരെയും താൻ സഹിച്ച ത്യാഗങ്ങൾ വൃഥാവാകും. അയാൾ എന്തു ചെയ്യണമെന്നറിയാതെ നിർനിമേഷനായി നിന്നുപോയി. ഒരുപോലുള്ള 3 ഗ്രന്ഥങ്ങൾ. കാളീമന്ത്രം അയാൾ നിറകണ്ണുകളോടെ ഉരുവിട്ടു. മന്ത്രശീലുകൾ മുത്തുമണികൾ പോലെ അയാളുടെ നാവിലൂടെ ഒഴുകി. ശക്തമായ ചൂടിൽ അയാൾ വെന്തുരുകി. ഒടുവിൽ അയാൾ ആ കാഴ്ച കണ്ടു. 3 ഗ്രന്ഥങ്ങളിൽ ഒന്ന് താനെ മിടിക്കുന്നു. അയാളുടെ കണ്ണുകൾ തിളങ്ങി. ആഹ്ലാദപരവശനായ അയാൾ സ്വയം മറന്നു. ആ ഗ്രന്ഥത്തിലേക്ക് അയാൾ 2 കരങ്ങളും നീട്ടി. മിടിക്കുന്ന ഗ്രന്ഥം മെല്ലെ അയാൾ ചുവന്ന പട്ടോടുകൂടി കയ്യിലെടുത്തു. ഒരു മാടപ്രാവിൻ്റെ കുറുകലോടെ ആ ഗ്രന്ഥം അയാളുടെ കരതലങ്ങളിൽ അമർന്നു. അയാൾ ആ ഗ്രന്ഥത്തെ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഹൃദയമിടിപ്പ് പോലെ ആ ഗ്രന്ഥവും സ്പന്ദിക്കുന്നു. വിറയാർന്ന കരങ്ങളോടെ ആ ഗ്രന്ഥം അയാളുടെ കയ്യിൽ വെച്ചുകൊണ്ട് അല്പനേരം നിന്നു. ഫുർജ് വൃക്ഷത്തൊലിയിൽ നിർമ്മിച്ച ഭൂമിയുടെ ഗ്രന്ഥമാണ് തൻ്റെ കരങ്ങളിൽ ഇരിക്കുന്നതെന്നോർത്തപ്പോൾ അയാളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. ആ ഗ്രന്ഥത്തിൽ എന്തെന്നറിയുവാനുള്ള ആകാംക്ഷ അവിടെ വെച്ച് തന്നെ അയാളിൽ ഉടലെടുത്തു. ആദ്യം കയറിയ അറയിൽ പത്മാസനത്തിലിരുന്ന പാറയുടെ മുകളിലിരുന്ന അയാൾ ഗ്രന്ഥം തുറക്കുവാൻ തീരുമാനിച്ചു. അറവാതിലിന് വെളിയിലിറങ്ങിയാൽ ഈ ഗ്രന്ഥം തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലോ എന്നുള്ള ചിന്തയാണ് ഭൈരവനെ അറയിൽ വെച്ച് തന്നെ ഗ്രന്ഥം തുറക്കുവാൻ പ്രേരിപ്പിച്ചത്. ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ഗ്രന്ഥം മെല്ലെ അയാൾ തുറന്നു. ആദ്യ അധ്യായങ്ങളിലെ ദേവഭാഷയിലെ ലിപി ഇതായിരുന്നു. ശക്തമായി മിടിക്കുന്ന ഹൃദയത്തോടെ അയാൾ അത് വായിച്ചു. പരകായ പ്രവേശം. ആ ഗ്രന്ഥത്തിൽ നോക്കി എന്തു ചെയ്യണമെന്നറിയാതെ ഭൈരവൻ നിന്നു. ഭൂമിയുടെ അതിനിഗൂഢമായ ആ ഗ്രന്ഥത്തിലെ പരകായ പ്രവേശമെന്ന ദേവഭാഷയിലെ ലിഖിതം അയാളെ ഞെട്ടിച്ചു കളഞ്ഞു. അങ്ങനെയുള്ള ആ വിദ്യയെക്കുറിച്ച് തനിക്ക് കേട്ടറിവേയുള്ളൂ. പക്ഷെ ഇപ്പോൾ ആ മഹാവിദ്യ തൻ്റെ കൺമുൻപിൽ. കൈലാസ മലനിരകളിൽ തപസ് ചെയ്യുന്ന മഹാമുനിമാരിൽ ചിലർ സ്വയസിദ്ധമാക്കിയ അതീവ നിഗൂഢമായ മൂലമന്ത്രമാണ് പരകായ പ്രവേശം. കാമക്രോധലോഭമോഹങ്ങൾ വെടിഞ്ഞ് സർവാംഗ പരിത്യാഗിയായി ഭൂമിയിലെ ഓരോ ജീവനു വേണ്ടിയും ഭൂമിക്ക് വേണ്ടിയും ജലപാനം പോലുമില്ലാതെ പ്രാർത്ഥിക്കുന്ന മഹാഗുരുക്കന്മാർ മാത്രം ഉപയോഗിക്കുന്ന മൂലമന്ത്രമടങ്ങിയ ഗ്രന്ഥമാണ് തൻ്റെ മുന്നിലെന്ന് വിചാരിച്ചപ്പോൾ വിശ്വസിക്കാനാകാതെ ഭൈരവൻ നിന്നു. യോഗസാധനയുടെ അത്യുഗ്ര ശൃംഗത്തിലെത്തിയിട്ടുള്ള ഒരു യോഗിക്ക് തക്കതായ ഒരു മൃതശരീരത്തിലേക്ക് സ്വന്തം ശരീരം വെടിഞ്ഞ് തൻ്റെ ആത്മാവിനെ ആ മൃതശരീരത്തിലേക്ക് പകരുന്ന വിദ്യയാണ് പരകായ പ്രവേശം എന്ന് പറയുന്ന മന്ത്രവിദ്യ. ആ മഹാഗുരുക്കന്മാർ സ്വന്തം ശരീരം ദുർബലമാകുന്ന ഘട്ടങ്ങളിൽ മാത്രമേ ഈ വിദ്യ പ്രയോഗിക്കാറുള്ളൂ. സാധാരണക്കാരെ സംബന്ധിച്ച് ഇതൊരു കെട്ടുകഥ മാത്രം. യുവാവായി മരണപ്പെട്ട ഒരാളുടെ മൃതശരീരം ഇതിനായി ഒരുക്കിവെക്കുക എന്നതാണ് ആദ്യഘട്ടം. ഏകനായിട്ട് വേണം ആ മൃതദേഹത്തിലേക്ക് ശക്തമായ പരകായ മന്ത്രത്തിനൊടുവിൽ സ്വന്തം ആത്മാവിനെ പ്രവേശിക്കേണ്ടത്. ഇതിനെന്തെങ്കിലും വിഘ്നം സംഭവിച്ചാൽ എന്നേക്കുമായി മോക്ഷം കിട്ടാത്ത ആത്മാവായി ഭൂമിയിൽ കൽപ്പാന്തകാലത്തോളം അലയേണ്ടി വരും. ഒരു ദുഷ്ടമനസ്സിൻ്റെ കയ്യിൽ ഈ സിദ്ധി ലഭിച്ചാൽ അവന് ഈ ഭൂമിയിൽ ആരെയും നിയന്ത്രിക്കുവാൻ കഴിയും. അതിനാലാണ് മഹാമാമുനിമാർ സർവരക്ഷകളും നൽകി മൂന്നാറിലെ ഈ രഹസ്യ അറയിൽ ഈ ഗ്രന്ഥം സൂക്ഷിച്ചിരിക്കുന്നത്. ഉന്മാദാവസ്ഥയിൽ മതിമറന്ന ഭൈരവൻ പരകായ മന്ത്രങ്ങൾ ഹൃദ്യസ്ഥമാക്കുവാൻ തുടങ്ങി. ഈ അറയിൽ നിന്നും ഇറങ്ങുന്നതിനു മുൻപായി തന്നെ പരകായം എന്ന അതീവ നിഗൂഢ മന്ത്രം പഠിച്ചെടുക്കുക. പിന്നീട് ആ റൂഡിംഗ് സാഹിബ് ഈ ഗ്രന്ഥം എടുത്തുകൊള്ളട്ടെ. തനിക്ക് പരകായം എന്ന വിദ്യ മാത്രം മതി. അയാൾ മന്ത്രം ഹൃദ്യസ്ഥമാക്കുവാൻ തുടങ്ങി.
നാഴികകൾ വിനാഴികകളായി. എപ്പോൾ വേണമെങ്കിലും അറവാതിലിൽ സ്തംഭനത്തിൽ ഇരിക്കുന്ന സന്യാസി ഉണരും. അദ്ദേഹം ഉണരും മുൻപായി തനിക്ക് അറവാതിൽ താണ്ടേണ്ടതുണ്ട്. ഉന്മാദാവസ്ഥയിൽ നിന്ന ഭൈരവൻ പരകായമെന്ന അതിനിഗൂഢമായ മന്ത്രം ചൊല്ലുവാൻ തുടങ്ങി, മുൻകരുതലായുള്ള മൃതദേഹം പോലും കരുതാതെ. ആ മന്ത്രവരികൾക്കുള്ളിൽ മുഴുകിയ ഭൈരവൻ ആ സത്യം തിരിച്ചറിഞ്ഞു. തൻ്റെ ശരീരത്തിനുള്ളിൽ നിന്നും സ്വന്തം ആത്മാവ് വെളിയിലിറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ശരീരത്തിന് തരിമ്പും ഭാരമില്ല, വിശപ്പും ദാഹവും ക്ഷീണവുമില്ല. സ്വന്തം ശരീരം കരിങ്കൽ പാളിയിൽ മലർക്കെ കിടക്കുന്ന കാഴ്ച തൻ്റെ ആത്മാവിന് കാണുവാൻ കഴിയുന്നു. അയാൾ ആ ഗ്രന്ഥമെടുക്കുവാൻ ശ്രമിച്ചു. അതിലെ ഒരു കടലാസ് പോലും തൻ്റെ ആത്മാവിന് മറിക്കുവാൻ കഴിയുന്നില്ല. ഇനി ഒരിക്കലും ഉപേക്ഷിച്ച തൻ്റെ ശരീരത്തിലേക്ക് തിരികെ കയറുവാൻ കഴിയില്ലെന്ന നഗ്നസത്യമോർത്തപ്പോൾ അയാൾ നടുങ്ങിപ്പോയി. താൻ തിടുക്കപ്പെട്ട് കാണിച്ച മണ്ടത്തരമോർത്ത് അയാൾ പരിതപിച്ചു. അയാളുടെ ആത്മാവ് അറയിലൂടെ ഒഴുകി വെളിയിലിറങ്ങി. അതിശക്തമായി ഭൂമി കുലുങ്ങുന്നു. കരിങ്കൽ തൂണുകൾ തകർന്നു വീഴുന്നു. അയാളുടെ ആത്മാവ് അറയിൽ നിന്നും വെളിയിലിറങ്ങി. വിശുദ്ധമായ ആ ഗ്രന്ഥം താൻ കണ്ടെത്തിയതിന് അടങ്ങിയൊതുങ്ങിയ പ്രകൃതിശക്തികളെ അദൃശ്യമായ ഏതോ കരങ്ങൾ തുറന്നുവിട്ടതുപോലെ സംഹാര താണ്ഡവമാടുവാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഭൈരവൻ തുറന്നുവെച്ച ആ മഹാഗ്രന്ഥം പരന്ന പാറയിലുള്ള പീഠത്തിലിരുന്ന് താനേ അടഞ്ഞു. പിന്നീട് ആ ഗ്രന്ഥം അന്തരീക്ഷത്തിലൂടെ ഒഴുകി മുൻപിരുന്ന പീഠത്തിൽ തന്നെ ഭദ്രമായിരുന്നു. ശക്തമായ മലങ്കാറ്റിൽ ഏക്കർ കണക്കിന് തേയിലച്ചെടികൾ ചുവടെ പറിച്ചെറിയപ്പെട്ടു. മിന്നൽ പിണരുകൾ അന്തരീക്ഷത്തിലൂടെ തലങ്ങും വിലങ്ങും പാഞ്ഞു. പ്രപഞ്ചശക്തി നിയന്ത്രണാതീതമായി. ഭൂമി ഇളകിത്തെറിച്ചു. ഭീമൻ മലകൾ ഇടിഞ്ഞു വീണു. ഭൈരവൻ രഹസ്യമാർഗത്തിൽ നിന്നും വെളിയിൽ വന്നു. ഏതെങ്കിലും ഒരു ശരീരത്തിൽ കയറിയില്ലെങ്കിൽ തൻ്റെ ആത്മാവ് ഈ ഭൂമിയുടെ അന്ത്യം വരെയും അലയും. സ്വന്തം ശരീരത്തിലെ ആത്മാവ് വെളിയിലിറങ്ങിയാൽ ഉടൻ അടുത്ത ശരീരത്തിൽ കയറേണ്ടതുണ്ട്. ഇനി അധിക സമയം തനിക്കില്ല. അടുത്ത ശരീരത്തിൽ സ്വന്തം ആത്മാവിനെ സന്നിവേശിക്കുവാൻ താൻ പഠിച്ചിരിക്കുന്നു. പക്ഷേ പിന്നീടുള്ളത് തൻ്റെ പരീക്ഷണം മാത്രം. തൻ്റെ തിടുക്കം ഒരു വിനയായെന്ന നഗ്നസത്യം അയാൾ തിരിച്ചറിഞ്ഞു. പെട്ടെന്നാണ് അയാൾ ഓർത്തത്, റൂഡിംഗ് സാഹിബ് ഇംഗ്ലണ്ടിൽ നിന്നും വേട്ടയ്ക്ക് കൂട്ടുവരുവാനായി കൊണ്ടുവന്ന ഭീമൻ വേട്ടനായ ഒരു ദിവസം മുൻപ് പാമ്പ് കടിയേറ്റ് മരിച്ച് ബംഗ്ലാവിന് സമീപം അടക്കിയതാണ് അവൻ ഓർത്തത്. പെട്ടെന്ന് ഭൈരവന്റെ ആത്മാവ് ബംഗ്ലാവിൻ്റെ വളപ്പിൽ തലേന്നടക്കിയ ആ നായയുടെ കുഴിമാടത്തിനരികിലേക്ക് ഒഴുകിയെത്തി. കുഴിക്കുള്ളിൽ അടക്കം ചെയ്ത നായയെ അയാൾ മണ്ണിന് മുകളിലൂടെ കണ്ടു. അയാൾ ആ നായയുടെ മൃതശരീരത്തിലേക്ക് തൻ്റെ ആത്മാവിനെ സന്നിവേശിപ്പിച്ചു. അപ്പോൾ 4 അടിയോളം ആഴത്തിൽ അടക്കിയ ആ നായയുടെ കുഴിമാടം ഒന്നനങ്ങി. പെട്ടെന്ന് ചിതറിത്തെറിപ്പിച്ച മണ്ണിനടിയിൽ നിന്നും ആ കരുത്തനായ ഭീകരൻ നായ ശരീരത്തിൽ പറ്റിപ്പിടിച്ച മണ്ണു കുടഞ്ഞു തെറിപ്പിച്ച് വെളിയിലേക്ക് ചാടി. പ്രകൃതിയുടെ ശോഭം കൊടുങ്കാറ്റായും മഴയായും പെയ്തിറങ്ങി. മാങ്കുളത്തിനും മൂന്നാറിനും ഇടയിലുള്ള കരിന്തിരി മലയിൽ 6 ഇടത്തായി ഒരു ഉരുളു പൊട്ടി. മറ്റു പലയിടങ്ങളിലുമായി തുടരെ ഉരുളുപൊട്ടുവാൻ തുടങ്ങി. പഴയ ആലുവ മൂന്നാർ റോഡ് കരിന്തിരി ആറിലൂടെ ആർത്തലച്ചു വന്ന ജലപ്രളയത്തിൽ കിലോമീറ്ററുകളോളം ഒഴുകിപ്പോയി. മാറ്റുവാൻ കഴിയാത്ത തരത്തിലുള്ള ഭീമൻ മലകൾ ഇടിഞ്ഞ് റോഡിലേക്കിറങ്ങി മാർഗതടസ്സം സൃഷ്ടിച്ചു. കുണ്ടളവാലി റെയിൽവേ എന്നറിയപ്പെടുന്ന മൂന്നാറിലെ നാരോ ഗേജ് റെയിൽവേ ലൈനുകൾ ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ തകർന്നടിഞ്ഞു. ബ്രിട്ടീഷുകാർ പണിത പാലങ്ങൾ ഒഴുകിപ്പോയി. ഇംഗ്ലണ്ടിൽ നിന്നും കൊണ്ടുവന്ന റെയിൽവേ സ്റ്റീം ലോക്കോമോട്ടീവ് എഞ്ചിൻ കരിന്തിരിയാറിൻ്റെ ആഴമേറിയ ഗർത്തങ്ങളിൽ മറഞ്ഞു. 45 കിലോമീറ്റർ റെയിൽവേ ഗതാഗതം പൂർണ്ണമായും നശിച്ചു. ഹെഡ്വർക്ക് ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഉരുളു പൊട്ടിവന്ന ജലത്താൽ 6000 ഏക്കർ പരന്നുകിടന്ന കൃഷിഭൂമി ഒരു വൻ തടാകമായി. പിന്നീട് അത് പൊട്ടിത്തകർന്നു. അവിടെ 150 അടി ഉയരമുള്ള ഒരു വെള്ളച്ചാട്ടം രൂപപ്പെട്ടു. മൂന്നാറിലെ വൈദ്യുതി വിതരണവും റോപ്പ് വേയും തീവണ്ടിപ്പാതയും തകർന്നടിഞ്ഞു. സമുദ്രനിരപ്പിൽ നിന്നും 6500 അടി ഉയരമുള്ള മൂന്നാർ ടൗൺ പ്രളയജലത്താൽ 3 ആഴ്ചയോളം മുങ്ങിക്കിടന്നു. ആയിരക്കണക്കിനാളുകളെ ആ പ്രളയജലം കൊന്നൊടുക്കി.
വാക്കുകൾ കിട്ടാനാകാതെ ഫാദർ നിന്നു കിതച്ചു. ഇതാണ് ഇവിടെ നടന്ന കഥകൾ, ഫാദർ പറഞ്ഞു നിർത്തി. മനുവും ജോമോനും കാർത്തികേയനും വീർപ്പടക്കി ഫാദർ ജോണിനെ നോക്കിയിരുന്നു. വിശ്വസിക്കാനാവാത്ത കഥകൾ. അവർ മൂവരും പരസ്പരം നോക്കി. ഫാദർ തുറന്ന ജനലിലൂടെ വെളിയിലേക്ക് നോക്കി നിന്നു. ആ കാഴ്ചകൾ നേരിൽ കാണും പോലെ. ഫാദർ ജോൺ വിറയാർന്ന ശബ്ദത്താൽ പറയുവാൻ ആരംഭിച്ചു. മഹാമാന്ത്രികനായ ഭൈരവന്റെ എല്ലാ കണക്കുകൂട്ടലുകളും പിഴച്ചു. ഹിമഭൂമിയിലെ മഹാഗുരുക്കന്മാർ യുഗാന്തരങ്ങളായി പരമപവിത്രങ്ങളായി പൂജിച്ചിരുന്ന ആ മഹാഗ്രന്ഥം ദുർമന്ത്രവാദിയായ ഭൈരവനെന്ന അധമന്റെ കൈകളിൽ എത്തുകയെന്നത് സത്യമാകുമോ? ഒരിക്കലുമില്ല. ഭൈരവന്റെ കണക്കുകൂട്ടലുകൾ പിഴപ്പിച്ചത് ആ പ്രപഞ്ചശക്തികൾ തന്നെയാണ്. മനുഷ്യനിൽ നിന്ന് മൃഗശരീരത്തിലേക്ക് സന്നിവേശിപ്പിച്ച ആത്മാവിനെ വീണ്ടും മനുഷ്യനിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ആ മഹാക്രിയകൾ പഠിക്കുവാനുള്ള ക്ഷമ അയാൾ കാണിക്കാതിരുന്നത് അതുകൊണ്ട് തന്നെയല്ലേ? മരണമില്ലാത്ത ഭൈരവന്റെ ആത്മാവ് മോക്ഷമില്ലാതെ ആ നായിയുടെ ശരീരത്തിൽ കൊലയാളിയായി ഇപ്പോഴും തുടരുന്നു. അവന്റെ ചിന്തകളാണ് ആ നായയിലും പ്രതിഫലിക്കുന്നത്. എന്നെങ്കിലും പരകായമെന്ന നിഗൂഢമന്ത്രത്തിലൂടെ ഒരു മനുഷ്യ ശരീരത്തിൽ കയറിപ്പറ്റാമെന്ന വിചാരത്തിലാണ് നൂറ്റാണ്ടുകളായി അവൻ അലയുന്നത്. അതിനായി നിരപരാധികളായ പല യുവാക്കളെയും അവൻ മരണത്തിനിരയാക്കി. ഇനിയും ആ ദുഷ്ടജന്തുവിൻ്റെ ആക്രമണത്താൽ ആരും കൊല്ലപ്പെടുവാൻ പാടില്ല. ഇപ്പോഴവൻ പ്രകൃതിശക്തികളെ നിയന്ത്രിക്കുവാൻ ശക്തനായിരിക്കുന്നു. അവനെ ഉന്മൂലനാശം വരുത്തിയേ പറ്റൂ. ഫാദർ ക്ഷോഭത്തോടാണ് വാക്കുകൾ നിർത്തിയത്. ആവി പറക്കുന്ന ചായ മെല്ലെ ഒരു കവിൾ അദ്ദേഹം കുടിച്ചിറക്കി. എന്നിട്ട് ചുണ്ടുകൾ അദ്ദേഹം തൂവാല കൊണ്ട് തുടച്ചു. നാവുകൊണ്ട് ചുണ്ടുകൾ അദ്ദേഹം നനച്ചു. മെല്ലെ അദ്ദേഹം പഴയ കഥകൾ തുടർന്നു. നീ ഈ മലമടക്കുകളിൽ എത്തിയത് തന്നെ നിമിത്തമാണ്. അതിവിദൂരമായ ഹിമഭൂമിയിൽ എവിടെയോ നിന്നെ വീക്ഷിക്കുന്ന കുറെ നിഷ്കളങ്കന്മാരായ താപസന്മാർ തപശക്തിയാർന്ന കണ്ണുകൾ കൊണ്ട് നിന്നെ നിയന്ത്രിക്കുന്നുണ്ട്. അവരിൽ ചിലരെയാണ് നീ നിന്റെ സ്വപ്നങ്ങളിൽ കാണാറുള്ളത്. ജോമോൻ ബസ്സിൽ കണ്ടത് അവരിൽ ഒരാളെയാണ്. ആ താപസന്മാർ ഹിമഭൂമിയിൽ നിന്റെ നീക്കങ്ങൾക്കായി കാത്തിരിക്കുന്നു. അവർ സൂക്ഷിക്കുന്ന അമൂല്യമായ ഭൂമിയുടെ ഗ്രന്ഥം വീണ്ടെടുക്കുവാൻ. മെയ് മാസത്തിലെ വസന്ത പഞ്ചമിയിലെ അക്ഷയതൃതീയ കഴിഞ്ഞുള്ള ശുഭമുഹൂർത്തത്തിൽ ബദരീനാഥിലെ അഖണ്ഡദീപം അണയും മുൻപായി ആ ഗ്രന്ഥം നമുക്ക് വീണ്ടെടുത്തേ പറ്റൂ. അല്ലെങ്കിൽ അടങ്ങിയൊതുങ്ങിയ പ്രപഞ്ചശക്തികളുടെ താളം തെറ്റും. ഇനിയൊരു പ്രകൃതിക്ഷോഭത്തെ കൂടി നേരിടാനുള്ള കരുത്ത് ഈ മലനിരകൾക്കില്ല. ഫാദർ വാക്കുകൾ നിർത്തി മനുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. തീവ്രങ്ങളായ ആ നയനങ്ങളിൽ നോക്കുവാനാകാതെ മനു കണ്ണു പിൻവലിച്ചു. അതിനായാണ് മഹാഗുരുക്കന്മാർ നിന്നെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഫാദർ പറഞ്ഞു നിർത്തി മനുവിനെയും കാർത്തികേയനെയും ജോമോനെയും മാറി മാറി നോക്കി. ഫാദർ, ഞാൻ അങ്ങയോട് ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ? തെറ്റാണെങ്കിൽ അങ്ങ് എന്നോട് ക്ഷമിക്കുമല്ലോ. മനുവിൻ്റെ ചോദ്യത്തിനു മുന്നിൽ ഫാദർ നിശബ്ദനായി. പിന്നീട് ചോദ്യത്തിന് സമ്മതമെന്ന വണ്ണം അദ്ദേഹം ശിരസിളക്കി. മനുവിൻ്റെ ചോദ്യത്തിനായി അദ്ദേഹം ചെവിയോർത്തു. ക്രിസ്തീയ പുരോഹിതനായ അങ്ങ് എങ്ങനെയാണ് ഈ വിവരങ്ങൾ അറിഞ്ഞത്? ഞാൻ എങ്ങനെയാണ് ഫാദർ ഇതിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? വിനീത വിധേയനായാണ് ഫാദറിനോടായി അവൻ ചോദിച്ചത്. ഫാദർ തെല്ലുനേരം അവൻ്റെ വാക്കുകൾ കേട്ട് ചിന്താധീനനായി നിന്നു. ജാലകത്തിലൂടെ കടന്നുവന്ന ഇളം കാറ്റ് അദ്ദേഹത്തിൻ്റെ വെളുത്ത കുപ്പായത്തിൽ ചുളിവുകൾ വീഴ്ത്തി. പുലർക്കാല സൂര്യരശ്മികൾ അദ്ദേഹത്തിൻ്റെ മുഖകമലത്തിൽ സ്വർണവർണ്ണം ചാലിച്ചെഴുതുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിൽ ഒരു നേർത്ത ചിരി പടർന്നു. ഞാൻ നിന്നിൽ നിന്നും ഊഹിച്ച ചോദ്യം തന്നെ. ഭൈരവന്റെ ആത്മാവ് സന്നിവേശിച്ച ആ നായയെ നാശം വരുത്തുവാൻ നിനക്കു മാത്രമേ കഴിയൂ.
കാരണം ഭൈരവൻ എന്ന മഹാമന്ത്രവാദി ജന്മം കൊണ്ട അണലിക്കാട്ട് ഇല്ലത്തെ അവസാനത്തെ കണ്ണികളാണ് നീയും നിന്റെ മോനും. ഹിന്ദുധർമ്മമനുസരിച്ചുള്ള ശേഷക്രിയകൾ ഭൈരവന് ചെയ്യുവാൻ ഇനിയുള്ള കണ്ണികളാണ് നിങ്ങൾ ഇരുവരും. പിന്നെ എനിക്കും ഈ കർമ്മത്തിൽ എന്തെങ്കിലും മുൻജന്മബന്ധങ്ങളുണ്ടാകാം. ഫാദറിൻ്റെ വാക്കുകൾ പൂർത്തീകരിക്കാതെ മുറിഞ്ഞു. മുറിയിൽ നിശബ്ദത വിരിഞ്ഞു. അദ്ദേഹം വീണ്ടും തുടർന്നു. 1924 ജലപ്രളയത്തിൽ നശിക്കാതെ നിന്ന അപൂർവം ചില നിർമ്മിതികളിൽ ഒന്നാണ് ഈ ദേവാലയം. ഇവിടെ അന്നുണ്ടായിരുന്ന ഫാദർ ഇക്കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. പിന്നെ ഭൈരവന്റെ ആദ്യത്തെ ഇരയായ റൂഡിംഗ് സായിപ്പും ഇവിടുത്തെ സെമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു നിർത്തി. ഇനി എന്താണ് ഫാദർ ഞങ്ങൾ ചെയ്യേണ്ടത്? അങ്ങ് പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. മനു അദ്ദേഹത്തോടായി പറഞ്ഞു. മഹാകാലയന്ത്രം ഇരുന്ന അറയിൽ ഭൈരവന്റെ മൃതശരീരത്താലുണ്ടായ അശുദ്ധി മാറ്റി ആ വിശുദ്ധ ഗ്രന്ഥം വീണ്ടെടുക്കണമെങ്കിൽ നിന്റെ കുടുംബക്ഷേത്രത്തിലെ തിരുമേനിക്ക് മാത്രമേ പൂജകൾ കൊണ്ട് സാധിക്കൂ. ഇനി നിങ്ങൾ ആ ബംഗ്ലാവിൽ ഒരു രാത്രി പോലും കഴിയേണ്ടതില്ല. അവൻ നമ്മുടെ ഓരോ നീക്കങ്ങളും മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ മനുവിനെ അവൻ വേട്ടയാടാതിരുന്നത് നീ അവൻ്റെ ഇളം തലമുറയെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ. ഇനി അവൻ നിന്നെ വെറുതെ വിടില്ല. എത്രയും വേഗം കുടുംബക്ഷേത്രത്തിലെ തിരുമേനിയെ കാണുക. കൂടുതലായി എനിക്കൊന്നും പറയുവാനില്ല. ഫാദർ പറഞ്ഞ വാക്കുകൾ അന്തിമമായുള്ളതായി അവർക്ക് മൂവർക്കും തോന്നി. ഫാദറിൻ്റെ മുറിയിൽ നിന്നും മൂവരും വെളിയിലിറങ്ങി. പ്രഭാത ഭക്ഷണം ചൂടിടലിയും ചട്നിയുമായിരുന്നു. നല്ല രുചികരമായ ഭക്ഷണം സ്വാദോടെ അവർ ഭക്ഷിച്ചു. കാർത്തികേയനും മനുവും ജോമോനും തീൻമേശയിൽ മൗനികളായിരുന്നു. ഷെറിൻ്റെ നയനങ്ങൾ ഒരു സംശയത്തിൻ്റെ നിഴലിലായിരുന്നു. ഫാദർ, എന്താണ് നിങ്ങൾ സംസാരിച്ചത്? കുറേ ദിവസങ്ങളായി എന്നെ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട്. എന്താണ് എന്നിൽ നിന്ന് നിങ്ങൾ എല്ലാവരും ഒളിപ്പിക്കുന്നത്? ഫാദറിനോടായി വളരെ ആകാംക്ഷയോടാണ് അവൾ ചോദിച്ചത്. മകളെ, നിന്നോട് പറയാനുള്ളതൊക്കെ സമയമാകുമ്പോൾ അവർ പറഞ്ഞുകൊള്ളും. അതുവരെ അവരോട് ഒരു ചോദ്യവും വേണ്ട. ഒരു താക്കീതോടാണ് അദ്ദേഹം ഷെറിനോട് പറഞ്ഞത്. ഷെറിൻ നിശബ്ദയായിരുന്നു. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ഫാദറിനോട് അവർ യാത്ര പറഞ്ഞു. മനുവിൻ്റെ സ്വിഫ്റ്റ് ഡിസയർ പള്ളിയങ്കണത്തിൽ നിന്നും വെളിയിലേക്ക് കുതിച്ചു. കാർത്തികേയ, നമ്മളെല്ലാവരും എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. കാർത്തികേയൻ ചെറുചിരിയോടെ തലയാട്ടി. സ്വിഫ്റ്റ് കാർ കോട്ടയം കുമാരനെല്ലൂർ എന്ന ലക്ഷ്യത്തിലേക്കായി മനു ഡ്രൈവ് ചെയ്തു. ഒരു ഇറക്കം തുടങ്ങുന്ന വളവിനരികിലായുള്ള പൈൻമരക്കാടിനു തൊട്ടുള്ള പാറയുടെ മുകളിലേക്ക് അവൻ്റെ കണ്ണുകൾ അറിയാതെ ഒന്ന് പാളി. അപ്പോൾ ആ കാഴ്ച കണ്ടവൻ ഞെട്ടി. ശക്തമായ മുൻകാലുകൾ ഉയർത്തി ഒരു കല്ലിൽ ചവിട്ടി നീണ്ട നാക്ക് വെളിയിലിട്ട് തീപാറുന്ന കണ്ണുകൾ ജ്വലിപ്പിച്ച് കാറിലേക്ക് ക്രൂര മുഖത്തോടെ നോക്കി നിൽക്കുന്ന ആ നായ. ആ ഭീകരന്റെ നാവുകളിലൂടെ ഉമിനീര് ഇറ്റുവീഴുന്നുണ്ട്. ദൂരെ നിന്നും ഓടി വന്നതുപോലെ അണയ്ക്കുന്നുണ്ട്. അതിൻ്റെ തീപാറുന്ന നോട്ടത്തിൽ അയാളുടെ കൈ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് ഒന്ന് പാളി. അപ്പോൾ വണ്ടിയുടെ ടയറിൽ നിന്നും ഒരു അലർച്ചയുണ്ടായി.